മദീനയിൽ നല്ല ചൂടുള്ള സന്ദർഭം, ആളുകളൊക്കെ വല്ലാണ്ട് പ്രയാസപ്പെടുമ്പോൾ ഓടിച്ചെല്ലുന്ന ഒരു കിണറുണ്ട്. ഏതാ കിണറ്? ബിർ റൂമ. ആരുടെ കയ്യിലാ? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കയ്യിലല്ല, പിന്നെ ഒരു ജൂതന്റെ കയ്യിലാണ്. ജൂതനാണെങ്കിലോ വലിയ സമ്പന്നന, തറവാട്ടുകാരനാ. അപ്പം എന്ത് ചെയ്യും? കൊടുക്കൂല, ആരും കൊടുക്കൂല. അവിടെ നിന്ന് വെള്ളം എടുക്കാം. ആ വെള്ളം എടുക്കുന്നതിന് പൈസ എണ്ണി കൊടുത്താൽ വലിയ സന്തോഷമാണ്. പൈസ കൊടുത്താൽ വലിയ സന്തോഷമുള്ള ആ ജൂതനായ മനുഷ്യൻ്റെ അടുത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു ചോദിക്കുകയാണ്. ആളുകളൊക്കെ വന്ന് കുടിക്കുന്ന വെള്ളം, ആളുകൾക്ക് തണുപ്പുള്ള വെള്ളം, ദാഹം തീർക്കുന്ന വെള്ളം, അതെല്ലാം സാധാരണ വെള്ളത്തിനപ്പുറം ഒരു മധുരിമ, ഒരു രുചിയുള്ള വെള്ളം, അത് വല്ലാണ്ട് ആശ്വാസമാണ്. നിങ്ങൾ പറയുന്ന പണം തരാം. പക്ഷേ ഈ ജൂതൻ്റെ വലിയ ബിസിനസ്സാണത്, ആ കിണർ. അവസാനം വലിയ കച്ചവടക്കാരനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു ചരിത്രത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ പറയണമെന്നറിയോ? അദ്ദേഹം കച്ചവടത്തിൽ ഏർപ്പെട്ടു. ഒരിക്കലും കൊടുത്ത പൈസ ഒന്നും പോരാ, കാരണം വലിയ ബിസിനസ് അല്ലേ. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്രേ, ഒരു ദിവസം എനിക്ക് പൈസ ഫുള്ള് ഞാൻ തരാം, പക്ഷെ എന്ത് ചെയ്യുക, ആഴ്ചയിൽ ഒരു ദിവസം എനിക്കാണെങ്കിൽ അടുത്ത ദിവസം താങ്കൾക്കാണ്. അപ്പോൾ താങ്കൾക്കും എന്ത് ചെയ്യാം? കച്ചവടം ചെയ്യാം. അപ്പം ഈ ധനികനായ, ഈ പണക്കൊതിയനായ യഹൂദനായ ആൾ വിചാരിച്ചു, പക്ഷേ ഇത്രയും പണം എൻ്റെ മുമ്പിൽ വെച്ചിട്ട് 10 ദിവസം ഉണ്ടെങ്കിൽ 5 ദിവസം ആർക്കാ? എനിക്ക് തന്നെ. 5 ദിവസം അദ്ദേഹം എടുക്കണുള്ളൂ. അപ്പം അദ്ദേഹം ഇത് വിൽക്കുന്നുണ്ടെങ്കിൽ, ഇതിന്ന് വെള്ളം വിൽക്കുന്നുണ്ടെങ്കിൽ വിറ്റോട്ടെ, അതേപോലെ എനിക്ക് വിൽക്കാലോ. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ പണം എനിക്ക് കിട്ടും ചെയ്യൂലേ? ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, ഒരു ദിവസം നീ എടുത്തോ, ഒരു ദിവസം പൂർണ്ണമാണ്. അന്ന് ഞാനോ എനിക്കൊരു അധികാരമില്ല, അന്ന് നിനക്കാണ് അധികാരം. വലിയ സമ്പത്ത് കൊതിച്ച മനുഷ്യൻ്റെ അടുത്ത് പൈസ കൊടുത്തു. എന്താ സംഭവിച്ചവിടെ? ചരിത്രം കിട്ടണോ? പുതിയ ചരിത്രമാണോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടുത്ത ദിവസം തന്നെ ആ പണം കൊടുത്ത് വാങ്ങിയ മുസ്ലിങ്ങളോട് മുഴുവനും അതിന് വെള്ളം എടുക്കാൻ പറഞ്ഞു. പൈസ വാങ്ങണ്ടോ? ഒരു പൈസ വാങ്ങിയോട് പറഞ്ഞു, നാളേക്കുള്ള വെള്ളം പോലും നിങ്ങൾ എടുത്തു വെക്കാം. അവർ ആളുകൾ മുഴുവൻ എന്ത് ചെയ്തു? അടുത്ത ദിവസത്തേക്കുള്ള വെള്ളം കൂടി അവരെന്ത് ചെയ്യാൻ തുടങ്ങി? എടുത്തു വെക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം ആരെങ്കിലും ആ കിണർക്ക് പോവോ? ആരെങ്കിലും പൈസ കൊടുത്ത് വാങ്ങോ? ആ യഹൂദനായ അയാളടുത്തേക്ക് ആരും, അല്ലെങ്കിൽ ആ പണത്തിനല്ല അതിലപ്പുറമുള്ള എന്നിട്ട് പിന്നെ ആ യഹൂദനായ മനുഷ്യന് ഈ കിണർ മൊത്തം ഉസ്മാൻ റളിയല്ലാഹു കൊടുക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു ഏറ്റെടുക്കുകയാണ് പൂർണ്ണമായിട്ടും, ഒരു കാര്യമില്ലാതെ. അപ്പോൾ അവിടെ ഹിക്മത്ത് പ്രയോഗിച്ചതാ, ആരും ചതിച്ചതല്ല. ആ ദിവസം, രണ്ടാമത്തെ ദിവസം പൂർണ്ണമായിട്ട് അധികാരം താങ്കൾക്ക് തന്നെയാണ്, ഞാനൊരു അധികാരത്തിലുമില്ല. പക്ഷെ അവിടെ ഒരു ഹിക്മത്ത് പ്രയോഗിച്ചതാണ്. അങ്ങനെ രണ്ടാം ദിവസം ആരും പോകാതെ വന്നപ്പോൾ പിന്നെ യഹൂദി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ആ കിണർ പിന്നെ ഇസ്ലാമിന് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യാണ്. നിങ്ങൾ സദഖത്തുൻ ജാരിയ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മരിക്കുന്നത് വരെ മുഴുവൻ ആളുകളുടെയും ദാഹം ആ കിണറുന്ന ആ പ്രദേശത്തുകാരുടെ ഒരു പണവും വാങ്ങുന്നില്ല. ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലശേഷം ആ കിണറിന് ചുറ്റും തോട്ടങ്ങൾ വന്നു. കാരണം നനയ്ക്കാനും എല്ലാത്തിനും ആദനാണ്. ആ തോട്ടങ്ങളുടെ വിഭവം അവിടെ ഇന്നും ആ തോട്ടത്തിന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ പേരിൽ ആ സദഖ അങ്ങനെ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ചരിത്രം. അപ്പോൾ ഇന്നും എത്ര കാലമായി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ ജീവിതം അല്ലേ, ശേഷം എത്ര കാലം കടന്നുപോയി, എന്നും തൻ്റെ ഖബറിലേക്ക് എത്തുന്ന സമ്പാദ്യമായി അത് മാറുന്നു.